ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഐ ആം അപ്പച്ചൻ. വളരെ രസകരമായൊരു വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് വിശേഷിച്ച് മുതിർന്നവർക്കുള്ളതാണ്. മുതിർന്നവരല്ല, ചെറുപ്പക്കാരും കണ്ടാലും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന, ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജീവിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അറിയാവോ? എൻ്റെ ചുറ്റുപാടുള്ള പല സംഗതികളും ഞാൻ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്. ഈ ഒരു വിഷയം വികസിപ്പിക്കണമെന്ന് എനിക്ക് തോന്നാൻ കാരണം അത്യാവശ്യം ജീവിക്കാൻ കൊണ്ട് ചുറ്റുപാടുള്ള പല വ്യക്തികളും അവരുടെ ജീവിതം ആ വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ അവർക്കൊരു ഒരു 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 റൊട്ടീനുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, അവരുടെ തൊഴിലിൽ ഏർപ്പെടുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം കുറച്ച് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളൊക്കെ പറയുകയാണ്, ഒരു ടൂർ പോകുന്നില്ല ചേട്ടാ, അപ്പോൾ ടൂർ പോകുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ പറഞ്ഞാൽ ഞാൻ ടൂർ പോകത്തില്ല. ഒരു ദിവസം എനിക്കത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുക, എനിക്കത് നമ്മുടെ പറമ്പിൽ പണിയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യണം, ആ പൈസ സമ്പാദിക്കണം, അത്ര പൈസ നഷ്ടമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അവരൊരു ഹോട്ടലിൽ കയറുവാണെങ്കിൽ ഒരു സ്പെഷ്യൽ വിട്ടിച്ച് ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല. ഒരു നോർമൽ ഭക്ഷണം ഒക്കെ കഴിച്ച് ഇനി പോരുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരാണ് കൂട്ടുന്നപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ മേടിച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ നമ്മുടെ കയ്യിൽ പോകത്തില്ലേ എന്നാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റില്ല. നമുക്ക് ഇല്ലായ്മയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റില്ല. എന്നാൽ ഉണ്ടെങ്കിലോ ധാരാളമായ സമ്പത്ത് നമുക്കുണ്ട് എങ്കിലോ അങ്ങനെ ഒരു അല്പത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ അടുത്ത ടേബിളിൽ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന് അസൂയോടുകൂടി നമ്മൾ നോക്കുന്നത്, ഒരുപക്ഷെ അവരെന്ത് ദൂർത്ത ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചിന്ത. അങ്ങനെയല്ല, ഒരു പരിമിതമായ ലിമിറ്റഡ് പീരീഡിലുള്ള ഒരു ലൈഫേ നമുക്ക് ഈ ഭൂമിയിലും ഉള്ളത് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് കഴിയുന്ന വിധത്തിൽ എൻജോയ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ ഈ പൈസ എല്ലാം നിങ്ങളിങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ? അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്നു, മക്കളത് ആസ്വദിക്കുന്നു അല്ലേ? മക്കൾക്കും അധ്വാനിക്കാനുള്ള ഒരു ശേഷിയും കാര്യങ്ങളുണ്ടല്ലോ. അവർ അധ്വാനിച്ച് അവരുടെ ജീവിതം പച്ചപിടിപ്പിച്ചോളൂ, പുഷ്ടി പ്രാപിച്ചോളൂ അല്ലേ? നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട കാര്യം. നമുക്കൊരു ലൈഫുണ്ട് എന്ന് ചിന്തിക്കണം. നമ്മുടെ ലൈഫിനെ സാക്രിഫൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതില്ല. അത് അങ്ങനെ ആരും അർത്ഥമാക്കുന്നില്ല. അതുകൊണ്ട് നമ്മളോട് തന്നെ ഒരു സ്നേഹം നമുക്ക് കുറച്ചൊക്കെ ഉണ്ടായിരിക്കണം. എന്നാൽ പൂർണ്ണമായിട്ട് സാർത്ഥനാകാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടോ സ്വയം എരിഞ്ഞില്ലാതായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശോഭിക്കാൻ തക്കണം കാര്യങ്ങൾ ചെയ്യേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ടൂർ പോവുക, ഒരു നല്ല ഹോട്ടലിൽ കയറി നല്ല ഒരു ഭക്ഷണം കഴിക്കുക അല്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ? കൂട്ടുകാരൊത്ത് ഒരുപക്ഷെ മറ്റുള്ളവരെല്ലാം ടൂർ പോകുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഫാമിലിയായിട്ട് തന്നെ നിങ്ങൾക്ക് പോകാം. പക്ഷെ വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. നല്ലൊരു ഫുഡൊക്കെ ചിലപ്പോൾ ഉള്ളിൽ നിന്നൊക്കെ കഴിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നെങ്കിൽ ആസ്വദിക്കാൻ കഴിയുന്ന ചില മറ്റ് സംഗതികളുണ്ട്. അതൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കരമായ ബാധ്യത വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് കടബാധ്യത വരുന്ന വിധത്തിൽ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോകണം എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അതിനെ ബാധിക്കാത്ത വിധത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ അർത്ഥമാക്കുന്നത്. പക്ഷേ ചില ആളുകളുണ്ട്, ജനിച്ചപ്പോൾ മുതൽ അവരുടെ ഇതിൽ ഒരു എൻജോയ്മെൻറ്റും ഇല്ലാതെ, ഒരു നല്ല ഭക്ഷണം കഴിക്കാതെ ജനിച്ചു, അത് അവർ പണിതു ശേഖരിച്ചു വെച്ചു, അവസാനം ഒന്നുമില്ലാതെ മരിച്ചുപോയി. അവർക്ക് എന്ത് പ്രയോജനം? ആ ജീവിതം കൊണ്ട് അവരെന്ത് നേടി? ചിന്തിച്ചു നോക്കിയേ. അവരുടെ മക്കൾ അധ്വാനിക്കാതെ കിട്ടുന്ന ഈ ലക്ഷം പൈസ അടിപൊളിയായിട്ട് വെറുതെ യാതൊരു വിലമതിപ്പില്ലാതെ അടിച്ചു പൊളിച്ച് കളയുന്ന സാഹചര്യമുണ്ട്. ചിന്തിച്ചു നോക്കി. എനിക്കറിയാവുന്ന പലരുണ്ടാണ് ചെറുപ്പം മുതലേ കഠിനാധ്വാനം ചെയ്ത് പൈസ എല്ലാം ശേഖരിച്ച് വെച്ച് ഒരു വിധത്തിലുള്ള നല്ല ഭക്ഷണം കഴിക്കാതെ, നല്ലൊരു വസ്ത്രം ധരിക്കാതെ, ഒരു ടൂർ പോകാതെ ഇങ്ങനെ ആർക്കോ വേണ്ടി അധ്വാനിച്ച് മരിച്ചു പോകുന്ന ആളുകൾ. എന്ത് പ്രയോജനം കിട്ടിയ അവരുടെ ജീവിതം കൊണ്ട്? ചിന്തിച്ചു നോക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലൈഫ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റഡ് പീരീഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കഴിയുന്ന വിധത്തിൽ അതിനെ എൻജോയ് ചെയ്യാം. എന്നാൽ അത് ഒരു മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന വിധത്തിലായിരിക്കരുത്, കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന വിധത്തിലായിരിക്കരുത്. മറിച്ച് ആ ഒരു പരിധി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. വല്ലപ്പോഴും ഒരു നല്ല സിനിമയ്ക്ക് പോകുന്നതോ, നല്ല ഭക്ഷണം കഴിക്കുന്നതോ, ഒരു ടൂർ പോകുന്നതോ, അങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അതൊക്കെ നിറവേറ്റുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ ചില ആളുകൾ പറയും, ഇപ്പോൾ ഞാനങ്ങനെ ഒരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ അനാഥമായി പോകുന്നില്ല. അവർക്ക് ഞാൻ കണ്ട ചില ഫാമിലിപ്പെട്ട ആളുകൾ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അവർ കുട്ടികളൊന്നുമില്ല, രണ്ടുപേരും ജോലിക്കാരാണ്. എങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ ആ പ്രത്യേക വിധത്തിലുള്ള ഒരു മൈൻഡ് കാരണം അവർ ഒരു ടൂർ പോവുകയോ ഒരു നല്ല ഭക്ഷണം കഴിക്കുകയോ ഇതൊന്നും ചെയ്യുന്നില്ല. ഭയങ്കരമായ അരിപ്പത്തരത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന വിധത്തിലുള്ള ചില സംസാരമാണ് അവരുടെ ഇതിൽ വരുന്നത്. പൈസ പണപരമായിട്ട് പറയുമ്പോൾ, അയ്യോ അത് പറ്റത്തില്ല, എനിക്കത് ഇത്രയും പൈസയാകും ചിലവഴിഞ്ഞ് പേടിക്കാനില്ലെന്ന്. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഗവൺമെൻറ് ജോലിയുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്.
ഈ പൈസ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് കൂട്ടി വെക്കുന്നത് ചിന്തിച്ചു വേണ്ടി ഒരു പ്രയോജനമില്ലാത്ത പൈസ പിന്നീട് പാഴായിപ്പോവും. പാഴായിപ്പോൾ ആർക്കോ അത് ചെന്ന് ചേരും അല്ലേ? അത് ചിന്തിക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് പരമാവധി ആസ്വദിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തെറ്റായ വഴിയിലൂടെ പോകണം എന്നുള്ള അർത്ഥത്തിലല്ല, ശരിയായിട്ടുള്ള ലൈനിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് അല്പം വിജ്ഞാനപ്രദമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫർമേറ്റീവ് ആയിരുന്നു ഞാൻ വിചാരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്താണ് മെച്ചപ്പെടേണ്ടത്, ഇനി ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ബെൽ ബട്ടൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റു വിഷയമായി കാണാം. അതുവരെ ഗുഡ് ബൈ.